മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശഅബാനിലാണ് നാം ഉള്ളത്. ഇന്ന് ശഅബാൻ 6 കഴിഞ്ഞ് 7-ാമത്തെ രാവാണല്ലോ. ഈ ശഅബാനിൽ 15-ാമത്തെ രാവ് അത് വളരെ മഹത്വമുള്ള രാവാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതായ ഒരു യാഥാർത്ഥ്യമാണ്. മഹാനായ നമ്മളെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 5 രാവുകളിൽ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ശാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം. ഒന്ന്, എല്ലാ വെള്ളിയാഴ്ച രാവും. ഇന്നിപ്പോ വെള്ളിയാഴ്ച രാവാണ്, ദുആക്ക് ഉത്തരമുള്ള രാവാണ്. അതുപോലെ റജബിന്റെ 1-ാമത്തെ രാവ് ദുആക്ക് ഉത്തരമുള്ള രാവാണ്. അല്ലാഹു തആല ഒരുപാട് റജബിനെ സ്വീകരിക്കാൻ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അതുപോലെ ചെറിയ പെരുന്നാൾ രാവ് ദുആക്ക് ഉത്തരമുള്ള രാവാണ്. വലിയ പെരുന്നാൾ രാവ് ദുആക്ക് ഉത്തരമുള്ള രാവാണ്. അതുപോലെ ശഅബാൻ 15-ാമത്തെ രാവ് ദുആക്ക് ഉത്തരമുള്ള രാവാണ്. നാളല്ല, അടുത്ത വെള്ളിയാഴ്ച രാവ്. അപ്പൊ നമ്മള് ആ രാവിന് 4 പേരുകൾ ബഹുമാനപ്പെട്ട ഇസ്ലാം പറഞ്ഞത്, മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് നമുക്ക് കാണാം. ഒന്ന്, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ലൈലത്തുൽ മുബാറക, ബറക്കത്താക്കപ്പെട്ട രാവാണ് ശഅബാൻ 15-ാമത്തെ രാവ്. മറ്റൊരു പേര് ലൈലത്തുർ റഹ്മ, ധാരാളം കാരുണ്യം വർഷിക്കുന്ന രാവ്. മറ്റൊരു പേര് ലൈലത്തുസ്സക്ക്, ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി കണക്കാക്കി റിക്കാർഡ് ചെയ്യുന്ന രാവ്. വേറൊരു പേര് ലൈലത്തുൽ ബറാഅ, മോചന രാത്രി. ഇങ്ങനെ 4 പേരുകൾ ഈ ശഅബാൻ 15-ാമത്തെ രാവിനിക്കുണ്ട് എന്ന് ബഹുമാനപ്പെട്ട റാസി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവീകരെല്ലാം ഈ രാവിന് വലിയ ബഹുമാനം കാണിച്ചിരുന്നു. മുൻഗാമികളിൽ നിന്ന് പിൻഗാമികൾ അനന്തരമെടുത്തതായ വിഷയമാണ് 3 യാസീൻ പാരായണം ചെയ്യുക എന്നത്. അത് നമ്മുടെ പൂർവീകരിൽ നിന്ന് അനന്തരമെടുത്തതാ. നമ്മളെ എല്ലാ മഹല്ലിലും ഉള്ള ആളുകൾ അത് പാരായണം ചെയ്യുകയും മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായ ദുആ നടത്തുകയും പ്രത്യേകമായ പലഹാരങ്ങൾ ഉണ്ടാക്കി ദുആ ചെയ്യിപ്പിക്കുകയും അതുപോലെ പകലിൽ നോമ്പെടുക്കുകയും ചെയ്യുന്ന പരിപാടി ഇസ്ലാമിലുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഉണർത്തുന്നു, നോമ്പ് ശക്തമായ സുന്നത്തായ ഒരുപാട് നോമ്പുകളുണ്ട്, നമുക്കറിയാം. പക്ഷെ കഴിഞ്ഞ റമദാനിൽ ഫർള് നോമ്പ് ഖളാ ഉള്ളവർ ഈ റമദാനിന്റെ മുമ്പ് ഖളാ വീട്ടണം. സുന്നത്ത് നോമ്പ് എടുക്കുമ്പോ ഫർളിന്റെ ഖളാവും കൂടി കരുതുമ്പോ നമുക്ക് 2 നോമ്പ് കിട്ടും, 2ന്റെയും പ്രതിഫലം കിട്ടും, ഫർള് വീടുകയും ചെയ്യും. അപ്പൊ കഴിഞ്ഞ റമദാനിൽ നോമ്പ് ഖളാ ഉള്ള ആരെങ്കിലും രോഗം കാരണമായോ, അതുപോലെ തന്നെ പ്രസവം കാരണമായോ, മെൻസസ് കാരണമായോ പരിശുദ്ധ റമദാനിലെ നിർബന്ധമായ നോമ്പ് നഷ്ടപ്പെട്ടവർ ഈ റമദാനിന്റെ മുമ്പ് എടുക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പറയും. അതുപോലെ ശഅബാൻ 15, എല്ലാ മാസവും 13, 14, 15 ഇങ്ങനെ 3 ദിവസങ്ങളിൽ അയ്യാമുൽ ബീദ്
രാവുകൾ വെളുത്തതിന്റെ പകലുകളിൽ നോമ്പെടുക്കൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അപ്പൊ വരുന്ന വേഴം, വെള്ളി, ശനി ഇങ്ങനെയാകുമ്പോ 13, 14, 15 ചില ആളുകൾ പറയും നമ്മൾ അന്ന് പ്രത്യേകമായ ഒരു മധുരം ഉണ്ടാക്കുന്നത്, ചക്കരച്ചോറുണ്ടാക്കുന്നത്. ചില ആളുകൾ ഇപ്പൊ പറയും മുമ്പൊക്കെ നോമ്പ് തുറന്നുകാണ്ട് ചക്കരച്ചോറ് തിന്നലായിരുന്നു, ഇപ്പൊ ചക്കരച്ചോറ് തിന്നീന്റെ ശേഷമാണ് നോമ്പ്. അങ്ങനെയല്ല, രണ്ടും അപ്പോഴൊക്കെ ഒരേ മാതിരിയാണ്. 14 നോമ്പെടുത്താൽ നോമ്പ് തുറന്നിട്ട് ചക്കരച്ചോറ് തിന്നാം. 14 അയ്യാമുൽ ബീളാണ്, വ്യാഴാഴ്ചയുമാണ് 13, 14, 15 വേഴം, വെള്ളി, ശനി. അങ്ങനെ 3 ദിവസം നമ്മൾ നോമ്പെടുക്കുക എന്നത് എല്ലാ മാസവും അയ്യാമുൽ ബീള് 13, 14, 15 എന്നീ ദിവസങ്ങളിൽ നോമ്പെടുക്കുക എന്നത് അത് ശക്തമായ സുന്നത്താണ്. ശഅബാൻ 15 അന്ന് പ്രത്യേകമായി നോമ്പെടുക്കുക അതും ഇസ്ലാം പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ രാവ് വലിയ രാവാണെന്ന് മനസ്സിലാക്കി, ഓരോ പേരിനും കാരണങ്ങളുണ്ട്. ലൈലത്തുൽ മുബാറക, ബറക്കത്താക്കപ്പെട്ട രാവ് എന്ന് പറയാൻ കാരണം ആ രാത്രിയിൽ എന്തെങ്കിലും സാധനത്തിന് വർധനവുണ്ടോ, അപ്പോഴല്ലേ ബറക്കത്താക്കപ്പെട്ട രാവ് എന്ന് പറയാം. ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പറയാം. വമിൻ ആദത്തില്ലാഹി അസ്സ വജല്ല അൻ യസീദ ഫീഹാ മാഅ സംസം സിയാദതൻ ളാഹിറ. ബഹുമാനപ്പെട്ട മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ അവർ രേഖപ്പെടുത്തുകയാണ്, ശഅബാൻ 15-ാമത്തെ രാവിന്റെ അന്ന് ഭൂമുഖത്തുള്ള വെള്ളങ്ങളിൽ വെച്ച് വളരെ പവറുള്ള സംസം വെള്ളത്തിന് വ്യക്തമായ വർധനവ് അല്ലാഹു തആല ഉണ്ടാക്കൽ അവന്റെ പതിവാണ്. അവ ബറക്കത്താക്കപ്പെട്ട രാവ് എന്ന് പറയാം. അതുപോലെ റഹ്മത്ത് ധാരാളം ചൊരിയുന്ന രാവാണ്, ഞാനതെല്ലാം വിശദീകരിക്കല്ല. അതുപോലെ ലൈലത്തുൽ ബറാ, ദോഷങ്ങളെല്ലാം പുറത്ത് മോചനം നൽകുന്ന രാവാണ് ബറാഅത്ത് രാവ്. എല്ലാ മുസ്ലിമീങ്ങളുടെയിലും അറിയപ്പെട്ട ഒരു പേരാണ് ലൈലത്തുൽ ബറാഅ, മോചനരാവ്. ഹബീബായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ആ രാത്രിയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ താമസിക്കുമ്പോ ആയിഷ ബീവി ഉണർന്നു നോക്കിയപ്പോ റസൂലുള്ളാഹിനെ വിരിപ്പിൽ കാണാനില്ല. അന്വേഷിച്ചു നോക്കി, വേറെ ഏതെങ്കിലും ഭാര്യമാരുടെ അടുത്തേക്ക് പോയോ എന്ന നിലയിൽ അന്വേഷിച്ചു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹിയെ കണ്ടത് എവിടെയാണ്? ജന്നത്തുൽ ബഖീഇല. ജന്നത്തുൽ ബഖീഇൽ സിയാറത്തിലായിട്ടാണ് കണ്ടത്. അപ്പൊ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ വരുമ്പോ സിയാറത്ത് ചെയ്യുകയും നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകളെ മേലിൽ പ്രത്യേകമായി ദുആ ചെയ്യുകയും ചെയ്യുന്ന സമ്പ്രദായം, അതെല്ലാം വളരെ അടിസ്ഥാനപരമായ വിഷയങ്ങളാണ്.